ചരിത്രത്തിൽ നിന്നും ഏത് രാജ്യം പാഠങ്ങൾ പഠിക്കുന്നില്ലയോ ആ രാജ്യത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പേര് നമ്മുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാൻ ശക്തിയുള്ള ഒരു പേരാണ്. അതാണ് ശിവ് ഛത്രപതി. നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അറ്റാക്ക് ആൻഡ് ഡിസപ്പിയർ. ആപത്തുകൾ നിറഞ്ഞ ഈ കളിയുടെ പേരാണ് ഗനിമികാവ. അപ്പോൾ ലോകം വളരെ ചെറുതായിരുന്നു. ശിവ് ഛത്രപതിയുടെ നെറ്റ്വർക്ക് വളരെ വിശാലവുമായിരുന്നു. Need 100 forts. ലൈക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൺ മൗണ്ടൈൻ. കാരണം മലകളെ കീഴടക്കുന്നവനാണ് ചക്രവർത്തി. ശിവ് ഛത്രപതിയുടെ അടുത്തുണ്ടായിരുന്നത് ഡേസി സ്പൈ നെറ്റ്വർക്ക്. അതിലെല്ലാ മുഗൾസും കൺഫ്യൂസ് ആയി. ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം, കൂടാതെ സൽഭരണം, ഇതിനെല്ലാം സിഇഒ ആണ് ഛത്രപതി ശിവാജി മഹാരാജ. ആദ്യമായിട്ട് ഗ്രാമങ്ങൾക്ക് പവർ കൊടുത്തത് ശിവഛത്രപതിയാണ്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് ഫീച്ചർ ആയിരുന്നു. അദ്ദേഹം യുദ്ധഭൂമിയിൽ വെറും യുദ്ധം മാത്രമല്ല ചെയ്തത്, ചില ശീലങ്ങളും ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവൃത്തികളും പ്രത്യേകതകളും നിറഞ്ഞതായിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായതുമാണ്. സ്വാഗതം ചെയ്യാം നമ്മുടെ അടുത്ത ഐഡിയ ബാസിനെ, മറാഠ മാവ്ല. പൂനെയിൽ നിന്ന് വരുന്ന 3 ഐഡിയ ബാസ്: ശാന്തനു, വെങ്കടേഷ് ആൻഡ് അനിരുദ്ധ്. നമസ്കാരം. വെൽക്കം ടു ഐഡിയ ബാസ്. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങളുടെ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? വളരെ ത്രിൽഡ് ആണ് സർ. വളരെ എക്സൈറ്റഡുമാണ്. അവര് ഞങ്ങളുടെ ഐഡിയ എങ്ങനെയാണ് പെർസ്യൂ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ തീരെ നെർവസ് അല്ല എന്നാണോ? ഛത്രപതി ശിവാജി മഹാരാജ് ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാ സർ പേടിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസോടെ ഇരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം ടൈറ്റൻസ്. ഛത്രപതി ശിവാജി മഹാരാജ് കി ജയ്. ഛത്രപതി ശിവാജി മഹാരാജ് കി ജയ്. എന്തുകൊണ്ടാ? എന്തുപറ്റി? എന്തിനാന്ന് ചോദിച്ചപ്പോ പറയാൻ പറ്റുന്നില്ലേ? പക്ഷെ പെട്ടെന്ന് ജയ് വിളിച്ചല്ലോ അല്ലേ? കുറെ കാലങ്ങളായി നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ തിരയുന്നത് തന്നെ വിട്ടു. നമ്മൾ നമ്മുടെ നാട്ടിലെ മഹാവീരന്മാർക്ക് ആദരവ് കാണിക്കാൻ കുറെ വഴികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് സ്ട്രീറ്റുകൾക്ക് പേര് വെക്കുന്നത്, സ്ഥലങ്ങൾക്ക് പേര് വെക്കുന്നത്, എയർപോർട്ട്, ബസ് സ്റ്റാൻഡിലൊക്കെ അവരുടെ പേര് വെക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്നേഹം കാണിക്കാനുള്ള ഒരു വഴിയാണ്. ഈ സ്നേഹം, ആദരവ്, മര്യാദയൊക്കെ നിർമ്മിക്കാൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല. ഭാരതത്തിന്റെ മഹത്തായ ചരിത്രമറിയാൻ സ്കൂളിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാൻ പറ്റില്ല. ഇന്നത്തെ പിള്ളേരോടെ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കിയേ അവരുടെ സൂപ്പർ ഹീറോ ആരാന്ന്. ഒരു പേര് പറയും, കാരണം അവരുടെ പേരറിയാലോ. അവരോട് ചോദിച്ചു നോക്കിയേ അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ ആരാന്ന്. ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, എല്ലാവരുടെ പേരും അവർക്കറിയാം. ഇതിനെല്ലാം കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിച്ചത്, എന്തുകൊണ്ടാ നമ്മുടെ മഹായോദ്ധാക്കളെയും നമ്മുടെ രാജാക്കളെയും അവരുടെ ഇതിഹാസങ്ങളും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് ചെന്ന് കൊടുക്കാൻ പറ്റില്ലെന്ന്. ആ ഐഡിയക്ക് ഞങ്ങൾ വെച്ച പേരാണ് മാവ്ല. ടൈറ്റൻസ്, മാവ്ലയിൽ ബോർഡ് ഗെയിം ഉണ്ട്, കാർഡ് ഗെയിം ഉണ്ട്, മെമ്മറി കാർഡ് ഗെയിം ഉണ്ട്, ട്രംപ് കാർഡ്സ് ഉണ്ട്, ജിക്സോ പസിൽസ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഛത്രപതി ശിവാജി മഹാരാജും അദ്ദേഹത്തിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തവരെയും കുട്ടികളുടെ മുന്നിൽ അവരുടെ സൂപ്പർ ഹീറോസ് ആക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ കോരിത്തരിക്കുക. കാരണം 2021 ഭാരത സർക്കാർ ഒരു വലിയ മത്സരം നടത്തി. അതിന്റെ പേരാണ് ടോയ്ക്കത്തോൺ. കുട്ടികൾക്കുള്ള ടോയ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. അതില് ഇന്ത്യയിൽ നിന്ന് 19,500 പേര് പങ്കെടുത്തു. അതിൽ നിന്ന് വിജയായി തെരഞ്ഞെടുത്തത് നമ്മുടെ മാവളയാ. മാവള ഞങ്ങൾ കണ്ടുപിടിച്ചതിന് കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. എന്നിട്ട് മോട്ടിവേഷനും എടുക്കണം. നമ്മുടെ ഈ ഭാരതത്തിനെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ശക്തി വീണ്ടെടുക്കാനും ടൈറ്റൻസ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറാണോ? കൺഗ്രാറ്റുലേഷൻസ് അനിരുദ്ധ്. ഇത് വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്.
ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് ബോർഡ് ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ യുണീക്കായ ഒരു ഗെയിം കളിച്ചിട്ടില്ല. നോക്കൂ, ഞാൻ മഹാരാഷ്ട്രക്കാരനല്ല, അതുകൊണ്ട് ഈ മാവല എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പറയാൻ സാധിക്കും. തീർച്ചയായും, എന്താണെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അല്ലേ? മഹാരാഷ്ട്രയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനുള്ള സമരങ്ങൾ തുടങ്ങിയപ്പോ അതിനു വേണ്ടി വന്ന പല സോൾജേഴ്സും വന്നത് മൗലി എന്ന് പറയുന്ന സൈനിക സംഘത്തിൽ നിന്നായിരുന്നു. അന്ന് മാവള എന്നുള്ള പേര് വെച്ചതാ. അന്നോട്ട് എല്ലാരും മാവളയായി. ഇന്ന് ഞാനോ നിങ്ങളോ ആര് ഛത്രപതി ശിവാജി മഹാരാജിന്റെ ഐഡിയ ഫോളോ ചെയ്യുന്നോ, ഇൻസ്പിറേഷൻ എടുക്കുന്നോ, എല്ലാരും മാവളയാണ്. വെരി നൈസ്. നമ്മുടെ അടുത്ത ഘട്ടം എന്നോണം ബിസിനസ് സംസാരിക്കുന്നതിന് മുന്നേ Sir. എനിക്ക് നിങ്ങളോടൊരു Sure, ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മുഴുവൻ പ്രസന്റേഷനും ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇനി പറയേണ്ടത് എന്താണെന്നാൽ Sir. നിങ്ങൾ ഇവിടുന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ടെസ്റ്റ് പ്ലേഡ് 8 SKUസും 13 പ്രോഡക്ട്സിനോടൊപ്പം ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ആസ്ക് ആണ് 50 crores വാല്യുവേഷൻ ആയിട്ട് 2.5 CR ആണ് ഞങ്ങൾ ചോദിക്കുന്നത്. 2.5 CR for 5% ഓഫ് ദ കമ്പനി. അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. 5%. അപ്പോ ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വിടുന്നു. അതായത് ഇങ്ങനെ ഒരു ടേം ഉണ്ടല്ലോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിനോട് നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. അതിനെ കുട്ടികളുമായി എങ്ങനെയാണ് ഹാർഡ് റിലേറ്റ് ചെയ്യുക? ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി ഹിസ്റ്ററിയെ എങ്ങനെ ഗെയിമിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ആ ഈ ഗെയിമിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഇതിലും പരമ്പരയെ പോലെ 100 സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ ഈ 100 സ്റ്റെപ്പുകളും ഛത്രപതി ശിവാജി മഹാരാജിന്റെ ജീവിതത്തിൽ നടന്ന കുറെ കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത്. ഇതിൽ നിങ്ങൾ മഹാരാജാവിന്റെ മാവള എഴുതും. ടോക്കൺ ആണ് മഹാരാജാവിന്റെ മാവള. ഇതിലൂടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹരഹര മഹാദേവ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡൈസ് ഉരുട്ടണം. അപ്പോൾ എന്ത് നമ്പർ വരുന്നോ നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ അതിൽ വിജയിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് കാശ് കിട്ടും. യു ഗെറ്റ് ഹോൺസ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കിന്റെ കോയിൻസാ. അപ്പൊ കുട്ടികൾക്ക് ആഗ്രഹം കൂടും, എനിക്കത് വേണം എന്ന ഫീലിംഗ് ഉണ്ടാവും. അതായത് ഈ ഗെയിമിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയം അവർക്ക് ജയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ തോൽക്കേണ്ടിയും വരും. അത് നമുക്ക് പഠിപ്പിച്ചു തരില്ലല്ലോ. പക്ഷെ അവിടെ ലാൻഡ് ആയി കഴിഞ്ഞാൽ അതിനുള്ള കാശ് നമ്മൾ കൊടുത്തേ പറ്റൂ. അതിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നാലേ കുട്ടികൾക്ക് പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. അപ്പൊ അവർക്ക് ശരിക്കുള്ള ഹീറോസ് ഒന്ന് ഹെൽപ്പ് ചെയ്യും. താനാജി, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ ഈ പേര്? ഒരുപക്ഷെ താനാജി റാവുവിന്റെ കാർഡ് കിട്ടുകയാണെങ്കിൽ അതിന്റെ പിറകെ ഏതൊക്കെ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തെന്ന് ഉള്ള ലിസ്റ്റ് കാണും. സോ ആ നമ്പറിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറെ പൈസ കിട്ടും. അപ്പോ കുറെ കാശ് കൊടുക്കുന്ന താനാജി റാവുവിനെ ഇവർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഗെയിമിഫിക്കേഷൻ ഓഫ് ദ ഹിസ്റ്ററി ഇല്ലേ, ഇത് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് രാജാവ് വേണമെങ്കിലും ആവട്ടെ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഞങ്ങളുടെ അടുത്ത ഒരു 5 വർഷത്തിന്റെ പ്ലാനാണിത്. എന്തുകൊണ്ടാണ് 5 വർഷത്തിന് ശേഷം ഇപ്പോഴായിക്കൂടെ? ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്ര ഇതിന്റെ സക്സസിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓൾറെഡി ഇത് ടെസ്റ്റഡ് ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നാളിതുവരെയും ആരും തന്നെ ഇതിനെതിരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. 50,000-ൽ പരം ടെസ്റ്റിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിച്ചോ? യെസ്. അപ്പോൾ നിങ്ങളുടെ നമ്പേഴ്സ് എത്രയാണെന്ന് ഒന്ന് പറയാമോ? More than 50,000 toys have been sold online on our that I would say mediocre website right now. ഇ-കോമേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ സിമ്പിളാ. ഇങ്ങനെ ചെയ്തതിന് ഞങ്ങൾ ഏകദേശം ഇൻ 5 years ഞങ്ങൾ വന്നിട്ട് അബൌട്ട് 2.5 CR ഞങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് 24-25% ഗ്രോസ് മാർജിൻ. നിങ്ങളുടെ ടോട്ടൽ സെയിൽ നിങ്ങൾ പറഞ്ഞത് 2.5 CR. ലാസ്റ്റ് ഇയർ നിങ്ങൾ എത്രയ്ക്ക് ചെയ്തു? 60 lakhs. 60 lakhsന് ചെയ്തോ? ഓർ നിങ്ങൾ 25% മാർജിൻ പറഞ്ഞത് ബ്രേക്ക് ഈവനേക്കാൾ എബോവ് ആണോ അതോ ലോസ് മേക്കിംഗ് ആണോ? അതെ സർ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോവാന്നുള്ള പ്ലാനില്ല. എന്റെയും എന്റെ ഒരു ക്ലോസ് സർക്കിളിൽ മാത്രം വിൽക്കാനുള്ള ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. അത് നന്നായി പോകുന്നത്. അതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. പ്രോഫിറ്റബിൾ ആണല്ലേ? എത്ര പ്രോഫിറ്റ് ഉണ്ട്? ബോട്ടം ലൈൻ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 5 to 8% ഉണ്ടാവും. ബിക്കോസ് ബാച്ചസ് നോക്കുകയാണെങ്കിൽ ചെറിയ ബാച്ചസ് ആണ് ചെയ്യുന്നത്. 5 ലക്ഷത്തിനാണ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് കോസ്റ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ സ്വന്തം പണമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഞങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ട്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. ആദ്യം ഒന്ന് പ്രൊഡക്റ്റ് നോക്കിയാലോ? അതെ, Let's have a look and feel of it. യെസ്. സർ, ഇതാണ് ഞങ്ങളുടെ ഹീറോ പ്രോഡക്റ്റ്, മാവള ദ ബോർഡ് ഗെയിം. ഓ വെരി നൈസ്. വെരി നൈസ്. Every place is real from Chhatrapati Shivaji Maharaj's life, from birth to death. This is the Swarajya Lakshmi I talked about. ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്. ശരി, ഇതിന്റെ പ്രൈസിനെ കുറിച്ചൊന്ന് പറയൂ. ഇത് 2,000 രൂപയുടെ സർ. Okay. ആൻഡ് ഇതുപോലത്തെ ഏകദേശം 15,000 പീസസ് ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. നിങ്ങളുടെ പാക്കേജിങ്ങും ക്വാളിറ്റിയും കൊള്ളാം. കാരണം കുട്ടികളും മാതാപിതാക്കളും പാക്കേജിങ്ങിലാണ് ശ്രദ്ധിക്കാറ്. ഹിസ്റ്ററി ഇഷ്ടപ്പെടാനുള്ള ഒരു നല്ല സന്ദർഭമാണ് ഇത് അല്ലേ?
ഞാൻ നിങ്ങളെ ശരിക്കും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോ ഗെയിമും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് റിസർച്ചുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് ഓഡിയൻസിനോട് ചോദിക്കാം. നിങ്ങൾ റെഡിയാണോ? തയ്യാറാണ്. നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുക്കൂ. യെസ് ഓർ നോ 2 ബട്ടൺസ് ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞു തരൂ, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. %76% ആളുകൾക്കും തോന്നുന്നത് ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ്. കൺസ്യൂമർ ഫേസിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. സോ ബേസിക്കലി ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഈ ടോയ് ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ആവുന്ന ഏകദേശം 14-15,000 കോടിക്കുള്ള വ്യാപാരം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് സർ. അതും ടോയ്സിന് എല്ലാ സെഗ്മെന്റിലും. അതിൽ ഏകദേശം 6,000 കോടി മഹാരാഷ്ട്രയിൽ മാത്രമാണ് സർ നടക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. ആൻഡ് ടോയ് ഷോപ്പിലാണ് ഇത് കൂടുതൽ സെയിൽസ് ആവുന്നത്, B2B. കാരണം ടോയ്സ് ഇന്നും ആൾക്കാർ നോക്കി മേടിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ട് ഇ കോമേഴ്സിലും അത് തന്നെ സംഭവിക്കുന്നത്. ബട്ട് റിലേറ്റീവ്ലി ഇറ്റ് ഇസ് വെരി ലെസ് കമ്പയർഡ് ടു ദിസ്. ഏകദേശം 50,000 പോക്കറ്റ്സ് ഓൾറെഡി മാപ്ഡ് ആണ്. ഒരു കോമൺ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും ഈ ഡിഫറെന്റ് ബ്രാൻഡ്സ് ഹാൻഡിൽ ചെയ്യാൻ. അയാളുടെ അണ്ടറിൽ ഒരു 400-500 കടകൾ ഉണ്ടാവും. ഓൾ വി നീഡ് ടു ഡു ഇസ് ഡെപ്യൂട്ട് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അറ്റ് പ്ലേസസ്. അവർ കടയിലേക്ക് പോയി കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഓർഡർ എടുത്ത് ഡിസ്ട്രിബ്യൂട്ടറിനോട് പറഞ്ഞ് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യും. വളരെ എളുപ്പമാണ്. അതത്ര ഈസി ആയ കാര്യമല്ല. ഞാനും ഓഫ്ലൈൻ സെയിൽസ് നടത്തിയിട്ടുള്ള ആളാണ്. അതായത് നിങ്ങൾക്ക് 6,000-5,000 കടകളിൽ നിങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ ഡെബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 300 മുതൽ 400 സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണം. 300 മുതൽ 400 സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ്. ഹോസ്റ്റ് ടു മണി, നിങ്ങളുടെ കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് 8 lakh per year ആണ്. യെസ് സർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും? നിങ്ങളുടേത് 60 lakhs ആണ്. അതായത് നിങ്ങൾ കോസ്റ്റ് പറഞ്ഞിരുന്നില്ലേ, അത് നോക്കുവാണെങ്കിൽ 10 അല്ലെങ്കിൽ 15% മിച്ചമുണ്ടാവും. സോ ഇനി നിങ്ങളിത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്താൽ നിങ്ങളുടെ ഈ പ്രോഫിറ്റ് മാർജിൻ ഇനിയും ഷ്രിങ്ക് ആകും. ഇൻഫാക്ട് നെഗറ്റീവിലേക്ക് പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാല്യുവേഷൻ വളരെ കൂടുതലാണ്. അതിന്ന് കറന്റ് IPO കമ്പനികൾ പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കില്ല. മിഷൻ ഐ എം വെരി അലൈൻഡ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു ഡേറ്റിൽ ബിസിനസിന്റെ ട്രാക്ഷനും വാല്യുവേഷനും ഇതെല്ലാം കാരണം എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കുകയില്ല. പക്ഷെ നിങ്ങൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വരികയാണെങ്കിൽ ഞാൻ കൈതരാം. നോ പ്രോബ്ലം സർ. താങ്ക് യു സർ. കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ കമ്പനിയെ ഞാൻ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസിങ്ങും ഫോക്കസിങ്ങുമാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ പറ്റില്ല. ഓക്കെ മാം. എനിക്ക് നിങ്ങളുടെ സ്റ്റോറി വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ വിഷ്വലൈസേഷൻ, ക്യാരക്ടറൈസേഷൻ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ബിസിനസ് മോഡൽ സൈറ്റിൽ എനിക്ക് പൂർണ്ണമായിട്ട് അലൈൻ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം കൈകോർക്കാൻ സാധിക്കില്ല. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ സർ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ടൈറ്റൻസ് ഇന്ന് അവരുടെ നിരീക്ഷണം കൊണ്ട് ഈ ബിസിനസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, ഒരുപാട് അഡ്വൈസുകളും തന്നു. എപ്പോഴും ഇങ്ങനെ പിച്ച് ചെയ്ത ഉടനെ തന്നെ ഫണ്ടിങ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെയുള്ള ചോദ്യോത്തരങ്ങളിലൂടെ നിങ്ങൾക്ക് ധാരാളം ഇൻസൈറ്റുകൾ കിട്ടും. അത് നിങ്ങളുടെ ബിസിനസിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. എന്നാലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. ഞങ്ങളെല്ലാം കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സിനെ ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ എല്ലാ ടൈറ്റൻസും എന്ന് പറഞ്ഞു നിങ്ങൾ അവരുടെ റഡാറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അവരുടനെ തന്നെ നിങ്ങളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് അപ്പോഴേക്കും നല്ല ഇവോൾവ് ആവട്ടെ. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തീർച്ചയായും ഈ വേദിയിൽ നിന്ന് പോയ ശേഷവും ഞങ്ങളുമായി കോൺടാക്റ്റിൽ തുടരുക ഡിജിറ്റൽ വേൾഡിലൂടെ. പിന്നെ ഉടനെ തന്നെ നിങ്ങൾ വീണ്ടും ഐഡിയ ബസിലേക്ക് വരണം. താങ്ക് യു വെരി മച്ച് ടീം മാവുള. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. ഇത് കോൺസെപ്റ്റ് സ്റ്റേജിലാണ്, റവന്യൂ സ്റ്റേജിലാണ്. അതിൽ വരുത്താനുള്ള മാറ്റങ്ങളൊക്കെ അത് ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കാനും പറ്റിയല്ലോ. ഞങ്ങൾ വളരെ ഹാപ്പിയാ. ഇനിയുള്ള ജേർണിക്ക് എക്സൈറ്റഡും ആണ്.